എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചൊരു ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. ഞങ്ങള് ശനിയാഴ്ച ചങ്ങനാശ്ശേരിക്ക് പോയപ്പോൾ എടുത്തൊരു ചെറിയൊരു വീഡിയോ. ഇത് അവളുടെ സ്കൂള് കാണിച്ചു തരാണ് കേട്ടോ. വണ്ടർ ഇയേഴ്സ് എന്നാണ് സ്കൂളിന്റെ പേര്. അപ്പൊ സ്കൂളൊക്കെ കാണിച്ചു തന്നിങ്ങനെ പോവാണ്. അപ്പൊ ഞങ്ങൾ ഇപ്രാവശ്യം കാറിലല്ല പോകുന്നത്, കാരണം കാർ അതിന് മുൻപത്തെ ആഴ്ച ചങ്ങനാശ്ശേരിയിൽ കൊണ്ടിട്ടത് കൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. മാത്രമല്ല ഇപ്രാവശ്യം പൊന്നുണ്ണി ഇല്ലാതെയാണ് ഞങ്ങൾ ചങ്ങനാശ്ശേരിക്ക് പോകുന്നത്. പൊന്നുണ്ണി കായംകുളത്താണ്. അപ്പോൾ കായംകുളത്ത് നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ശനിയാഴ്ച തന്നെ പൊന്നുണ്ണിയും വരും. അപ്പോൾ അവളും കുറേ ദിവസത്തിന് ശേഷമാണ് പൊന്നുണ്ണീനെ കാണുന്നത് കേട്ടോ. ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ ഭയങ്കര വെയിലാണ്. അപ്പോൾ അവിടെ ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ആ ഒരു ഗ്യാപ്പിലേക്ക് അവളെ കെട്ടിയിരുത്തിയതാണ്, വെയിലടിക്കാതിരിക്കാൻ. അത് കഴിഞ്ഞപ്പോൾ ഞാനും കയറിയിരുന്നു. ഇന്നത്തെ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വെയിലാണ്. രക്ഷയില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പൊള്ളിപ്പോവും. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഉറപ്പായിട്ട് സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ എല്ലാവരും വെളിയിൽ ഇറങ്ങാൻ. ബസ്സിൽ ഇപ്പം ഞങ്ങൾ 3 സീറ്റ് ബുക്ക് ചെയ്തിട്ടാട്ടോ ബസ്സിൽ പോയത്. അപ്പോൾ അവളിരിക്കുന്ന സീറ്റിന്റെ അപ്പുറത്ത് വേറൊരാൾ വന്നിരുന്നപ്പോൾ അവള് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂല, ഇങ്ങനെ ഒരുമാതിരി സീറ്റിന്റെ തെല്ലത്ത് ഇരിക്കും. ആകെ എന്താ പറയാ, പരിചയമില്ലാത്ത ആൾക്കാരല്ലേ, അതുകൊണ്ടാന്ന് തോന്നുന്നു അങ്ങനെ ഇരിക്കുന്നത്. അവളിങ്ങനെ വല്ലാതിരിക്കുക. അതായത് ഇവിടുന്ന് ഞങ്ങളൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത്, അവളൊന്നും കഴിക്കാതെയായിട്ട് ഇറങ്ങി. ഈ പറഞ്ഞ പോലെ പ്രിങ്കിൾസോ അങ്ങനെ എന്തൊക്കെയാണ്ടൊക്കെ ആണ് ആള് കഴിച്ചത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് അപ്പുറത്തുനിന്ന് ചാടി ഇപ്പുറത്തോട്ട് പോന്നു. ഇവിടെ മടിയിൽ കയറി ഇരിക്കുവാണ്. സുഖിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിയിരുന്നു. പിന്നെ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. നല്ല ഈ ബസ്സിലെ AC നമുക്ക് കുറച്ചിടാൻ പറ്റൂലല്ലോ. ഇതിന്റെ കാറ്റ് ഡയറക്റ്റ് നമ്മുടെ മേത്തേക്കല്ലേ വരുന്നത്. ആദ്യമായിട്ടാണ് AC ഇരുന്നിട്ട് ഒരാൾ തണുത്തിട്ട് എൻ്റെ അടുത്തേക്ക് കയറി വരുന്നത്. സാധാരണ അവള് രാത്രി കിടക്കുമ്പോൾ പൊതച്ചു പോലും കിടക്കൂല, തണുപ്പാണെങ്കിൽ കൂടി. അത് കഴിഞ്ഞിട്ട് എൻ്റെ മേത്തോട്ട് കയറി. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട്, എവിടെ പോവാണ്, ചങ്ങനാശ്ശേരി പോവാന്നൊക്കെ ഇങ്ങനെ പറയാം. എന്തിനാ പോണെന്ന് ടോയ്സ് വാങ്ങിക്കാൻ വേണ്ടി പോവാണെന്നൊക്കെയാണ് കേട്ടോ ഇരുന്ന് പറയുന്നത്. ഞാനത് വോയിസ് ഓവർ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബസ്സിന്റെ സൗണ്ട് ഒക്കെ ആയതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. കഴിഞ്ഞിട്ട് ഒരു കുട്ടി കയറി കേട്ടോ ബസ്സിൽ. ഒരു ഫാമിലി, അവര് നോർത്ത് ഇന്ത്യൻസ് ആണ്. അവര് ജഡായുപ്പാറ കാണാൻ വേണ്ടിയിട്ട് വന്നതാ. അപ്പോൾ നമ്മുടെ ബസ്സിൽ കയറിയിട്ട് അവരെ ജഡായുവിന്റെ അവിടെ എത്തിയപ്പോൾ അവരെ ഇറങ്ങി. ആളിത് അവിടെ നിന്ന് ഫോണില് സിനിമ കാണും. ഞാനിങ്ങനെ എന്താ പറയാ, സ്വന്തം സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ ഇരിക്കുക. അതുപോലെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ അതൊന്നും ആരും മറക്കരുത് കേട്ടോ. അതുപോലെ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണേ. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ പോണ വഴിക്ക് ഇങ്ങനെ എടുത്തു വെച്ചൊരു വീഡിയോ ആണെന്ന് തോന്നുന്നു കേട്ടോ. ആ വഴിയൊക്കെ കണ്ടപ്പോൾ അങ്ങനെ എടുത്തത്. അതാണ് ആ ഹിന്ദിക്കാരൻ പയ്യൻ. ഇവള് പേര് ചോദിക്കും, അവനാണെങ്കിൽ മനസ്സിലാവൂല എന്തേ മലയാളത്തിൽ പറയുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു കൊടുത്ത്, പേരാണ് ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ പേര് പറഞ്ഞു കൊടുക്കണ്ടേ. അതുപോലെ ഇവനൊരു അനിയനും കൂടി ഉണ്ട്. അപ്പൊ ആ അനിയന്റെ പേരെന്താണെന്നൊക്കെ ഇരുന്ന് ചോദിക്കുമായിരുന്നു. അതുപോലെ അവളുടെ പാവക്കുട്ടീനെ എടുത്ത് അവന് കൊടുത്തു. അവരറിയി കഴിഞ്ഞപ്പോ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അവര് പോയി കഴിഞ്ഞപ്പോ, അത് കഴിഞ്ഞപ്പോ ആളവിടെ ഒറ്റയ്ക്കായി ആ സീറ്റില് കണ്ണൊക്കെ അടച്ചിരുന്ന് ഇങ്ങനെ ഇരിക്കുക. അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞായിരുന്നു. ഉറക്കം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണെന്ന് തോന്നുന്നു. അല്ല, ഉറങ്ങാനുള്ള തയ്യാറെടുപ്പ. ഇങ്ങനെ ഉറക്കം വന്നിട്ട് ഇങ്ങനെ ചാരി ഇരിക്കുക, അതേ കിടന്ന് ഉറങ്ങുന്നത്. കുറച്ച് കഴിഞ്ഞ ആള് എന്റെ മടിയിലേക്ക് ചാടിക്കറി വന്ന് കഴിഞ്ഞാൽ അങ്ങനെ മടിയിൽ കിടന്ന് അങ്ങനെ ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങാറായപ്പോ ആള് എഴുന്നേറ്റ് അച്ഛന്റെ മടിയിൽ കയറി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ എത്തിയതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തത്. കുറെ ദിവസങ്ങൾക്ക് ശേഷം ചേട്ടനെ കാണുമ്പോൾ ഉള്ള സന്തോഷമാണ് കാണുന്നത്. ചേട്ടനോട് വിശേഷങ്ങളൊക്കെ പറച്ചിലും ബഹളങ്ങളൊക്കെയാണ്. ഭയങ്കര കഥ പറച്ചിലാണ് ചേട്ടൻ്റെ അടുത്ത്. ശരിക്കും പറഞ്ഞ ഒരു ചെറിയ വീഡിയോ കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ കുറേ ഒന്നും ഞാൻ അങ്ങനെ എടുത്തു വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഉള്ള വീഡിയോസ് ഒക്കെ കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മേളിൽ പോയി റൂമിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയാ, അവിടെ ഇരുന്നവര് ഇത് ആ പഴയ ഫോണിന്റെ ഒരു ബോക്സ് അലമാരിൽ ഇരിക്കുന്നുണ്ടപ്പോ ആ ബോക്സ് ഒക്കെ തപ്പിപ്പറക്കി എടുത്ത കേട്ടോ. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇരുന്ന് ലേസൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കൊതിപ്പിച്ചൊക്കെ കഴിക്കുന്നത്.
ഒരാളെന്ന് പറയുന്നുണ്ട് ഷെയറിങ് ആൻഡ് കെയറിങ് എന്നൊക്കെ എന്തൊക്കെയായിരുന്നു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവളുടെ അടുത്ത്. അവളാർക്കും ഷെയർ ചെയ്യത്തൊന്നുമില്ല, ഒരു കുശിമ്പിപ്പാറുവാ. അപ്പൊ ഞാൻ എന്തോ ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട് അവരുടെ അടുത്ത്, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഫാനൊക്കെ ഇട്ടതുകൊണ്ട് ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് ഞാൻ എൻ്റെ വോയിസ് ഓവർ തന്നെ ഇട്ടത്, അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് വോയിസ് തന്നെ ഇട്ടേനെ. രണ്ടുപേരും കൂടി ഇരുന്ന് നല്ല തീറ്റയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ഫ്രഷൊക്കെ ആയി നേരെ പോയി ഫുഡൊക്കെ കഴിച്ചു. അതിനൊന്നും വീഡിയോ ഞാൻ എടുത്ത് വെച്ചില്ല കേട്ടോ, ഫുഡ് കഴിച്ചതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്ത് വെച്ചില്ല. ഒന്നാമത്തെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു, കാരണം ചിന്നു മടിയിൽ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിയത് കൊണ്ട് നമ്മള് അവിടം വരെ ഇങ്ങനെ മടിയിൽ ഇങ്ങനെ വെച്ചിരിക്കുമല്ലോ, അതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. ചൂടാണെന്ന് പറഞ്ഞപ്പോൾ AC ഓൺ ആക്കുക കേട്ടോ ആള്. ഭയങ്കര ചൂടായിരുന്നു, ഈ ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തേക്കാളും ചൂട് കൂടുതലായിരുന്നു ചങ്ങനാശ്ശേരിയിൽ. ഞങ്ങൾ ഇവിടെ നിന്ന് കല്യാണത്തിന് വേണ്ടിയിട്ട് പോയത്. പിറ്റേ ദിവസം ഞങ്ങൾ എന്നിട്ട് എറണാകുളത്തേക്ക് കല്യാണത്തിന് പോയി. എറണാകുളത്തേക്ക് കല്യാണത്തിന് പോയപ്പോൾ അവിടെയും ഭയങ്കര എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത ചൂട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങള് ഇവരെ കൊണ്ടുപോയില്ല. അതിന്റെ പിന്നെ കരച്ചിലും പിഴിച്ചിലും ബഹളമൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് ഇത് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നു കേട്ടോ കരയുന്നത്. പാർക്കിൽ പോകണം എന്ന്, നമ്മുടെ വീടിന്റെ തൊട്ടടുത്തൊരു പാർക്കൊക്കെ ഉണ്ട്, അപ്പൊ അവിടെ പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഈ കരയുന്നത്. പാർക്കിൽ പോയാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുപോകാൻ ഭയങ്കര പാടാ ആളെ കിട്ടാനായിട്ട്. അങ്ങനെ പിന്നെ കൊണ്ടുപോയി. ഇത് പാർക്കിൽ കിടന്ന് അവിടെ അയ്യോ വിയർത്ത് കുളിച്ച് ഒരു രക്ഷയില്ല, ചൂട് സഹിക്കാൻ പറ്റണ്ടേ, ഭയങ്കര ചൂടായിരുന്നു. അത് ഇതില് 4 പേർക്കേ കേറാൻ പറ്റുള്ളേ. പക്ഷെ ഈ വലിയ പിള്ളേരൊക്കെ കേറിയിട്ട് എനിക്ക് പേടിയായിരുന്നു, ഇവളുടെ മേത്തോട്ട് അങ്ങനെ വീണോ ചാടി എന്നൊക്കെ പേടിയായിരുന്നു എനിക്ക്. പക്ഷെ അവൾക്കൊരു പേടിയില്ല, അവൾക്കൊരു കൂസലുമില്ല, കിടന്ന് ഭയങ്കര ചാട്ടം, ഒരു രക്ഷയില്ലാത്ത ചാട്ടം അതിനകത്ത് കിടന്നിട്ട്. അത് പിന്നെ പാർക്കിൽ പോയിട്ട് എല്ലായിടത്തും ഇങ്ങനെ ഓടി നടന്ന് ഓരോന്നിലും കയറുമായിരുന്നു കേട്ടോ. ഇതിൽ കുറച്ച് നേരം ഇരിക്കും, അത് കഴിഞ്ഞിട്ട് സ്ലൈഡിൽ പോയി കയറും, അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വീണ്ടും ഇതിൽ വരും, അപ്പോഴേക്കും വേറെ ആൾക്കാരൊക്കെ ആയിട്ട് അടിയാവും. ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പാർക്കിൽ പോയിട്ട്. വീട്ടിൽ കുറേ കഴിഞ്ഞിട്ടാണ് രാത്രിയൊക്കെ അതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് തന്നെ. അപ്പോഴേക്കും ആള് വിയർത്ത് കുതിർന്ന് ഒരു പരുവായിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വന്ന് കുളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ കിടന്ന് ഉറങ്ങി. അടുത്ത സ്ലൈഡിൽ ഞാനുണ്ടല്ലോ, ഇവിടെ ഈ സ്ലൈഡിൽ കയറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒരു വലിയൊരു സ്ലൈഡാണ്. നമ്മള് സാധാരണ നമ്മുടെ വീട്ടിൽ ചെറിയ സ്ലൈഡ് ഉണ്ട്, അതുപോലെ പാർക്കിലൊക്കെ പോകുമ്പോൾ ചെറുതിൽ മാത്രമേ ഇവളെ കയറ്റുള്ളൂ. ഇവള് ദേ ഈ വലിയ സ്ലൈഡിലൊക്കെ കയറി ഒരു കൂസലില്ലാണ്ട് ദേ വരുന്നു. വർത്താനമൊക്കെ പറഞ്ഞു, ഇതൊക്കെ ആരാണോ എന്തോ വർത്താനമൊക്കെ പറഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്, നടന്നാണോ ഇറങ്ങി വരുന്നതെന്ന് തോന്നുന്നു. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു എല്ലായിടത്തും. വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു, അതല്ല സാറ്റർഡേയും കൂടി ആയിരുന്നു. ഞാനില് ഇരുന്ന് തലയും കുത്തി മറിയാണ്. അപ്പൊ പൊന്നുണ്ണി ഇരുന്ന് പറയുന്നുണ്ട്, ചിന്നു ശരിക്കും ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ആ കുട്ടി ഇരുന്ന് ആടുന്നുണ്ട്, അവൾ അതുപോലെയല്ല, അവള് തലകുത്തി മറിയാൻ വേണ്ടി ശ്രമിക്കുക കുഞ്ഞാലിരുന്നിട്ട്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ, ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതൊന്നും ആരും മറക്കാൻ പാടില്ല കേട്ടോ.